വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ വാഴക്കാടാണ്. ഓരോ വീടുകൾ നമ്മൾ കവർ ചെയ്യുന്ന സമയത്തും വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. കണ്ടംപററി സ്റ്റൈലിൽ ഒരു ബോക്സ് ടൈപ്പിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഹോം ടൂർ വീഡിയോസ് ആയിട്ട് അവതരിപ്പിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. പതിവ് പോലെ നമ്മൾ വീടിൻ്റെ ഔട്ട് സൈഡിൽ നിന്നാണ് ആരംഭിക്കുന്നത്. CKC വില്ല എന്നാണ് വീടിന് പേര് വെച്ചിരിക്കുന്നത്. ഈ ഒരു പ്ലോട്ട് നിൽക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഒരു പാടമാണ് വരുന്നത്. വിശാലമായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പ് നേരെ മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വീട് നിൽക്കുന്നത് അല്പം ഉയർന്ന പ്രദേശത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റോഡിൽ നിന്ന് എവിടെ നിന്ന് നോക്കിയാലും ഈ വീട് കാണാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു ടെക്സ്ചർ ഫിനിഷാണ് ഗേറ്റിന് കൊടുത്തിരിക്കുന്നത്. GI ഷീറ്റിന് മുകളിൽ ടെക്സ്ചർ പെയിൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് വന്നിരിക്കുന്നത്. കോട്ടൺ സ്റ്റീലിൻ്റെ മുകളിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള ആ ഒരു റെസ്റ്റിക് ഫിനിഷാണ് ഗേറ്റിന് കൊടുത്തിരിക്കുന്നത്. ആ ഒരു സെയിം ഫിനിഷ് വീടിൻ്റെ എലിവേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഗേറ്റ് തുറന്ന് നമ്മൾ കോമ്പൗണ്ടിനകത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട് അല്പം എലിവേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഒരു റാമ്പ് പോലെയുള്ളൊരു പാസേജ് സ്പേസ് ആണ് വരുന്നത്. മുഴുവൻ കോബിൾ സ്റ്റോൺ ചെയ്തിട്ടാണ് ആ ഒരു വീട്ടിലേക്കുള്ള വഴി ചെയ്തിരിക്കുന്നത്. ഇതിലെ സ്റ്റെപ്സ് നൽകിയിട്ടുണ്ട്. ഈ സ്റ്റെപ്സിലൂടെയും നമുക്ക് വീട്ടിലേക്ക് ആക്സസ് ചെയ്യാം. കാർ പാർക്കിങ്ങിലേക്ക് ആക്സസ് ചെയ്യേണ്ട ആളുകൾക്ക് റോഡ് വഴിയും ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇതിൽ നമ്മൾ കയറി ചെല്ലുന്നത് വീടിൻ്റെ കറക്റ്റ് സെൻറ്റർ പാർട്ടിലൂടെയാണ്. വീടിൻ്റെ ടോട്ടലായിട്ടുള്ളൊരു എലിവേഷൻ ഡിസൈൻ നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടംപററി സ്റ്റൈലിൽ ഒരു ബോക്സ് ടൈപ്പിലാണ് ഈ വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് കാർ പോർച്ചിൻ്റെ ഡിസൈനിലാണെങ്കിലും സിറ്റ് ഔട്ട് ഡിസൈനിലാണെങ്കിലും പിന്നീട് വരുന്ന ഫോയർ സ്പേസ് ആണെങ്കിലും ഈ കാണുന്ന ഒരു കോമൺ ഏരിയ സ്പേസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു ബോക്സ് ഷേപ്പ് ഫീൽ ചെയ്യും. ഈ എൻ്റെ പുറകിൽ കാണുന്ന ഭാഗമാണ് ഈ വീടിൻ്റെ എലിവേഷൻ ഡിസൈനിങ്ങിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ. ഇത് ഈ വീടിൻ്റെ ഫോർമൽ ലിവിങ് സ്പേസ് ആണ്. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗം ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം സ്പേസ് ആണ്. ഇത് രണ്ടും ഒരു വാൾ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വലിയ സ്ലൈഡിങ് ഡോറുകളാണ് നൽകിയിരിക്കുന്നത്. ടഫ് ആൻഡ് ഗ്ലാസ് ആണ് രണ്ടിനും നൽകിയിട്ടുള്ളത്. നമുക്ക് ആവശ്യാനുസരണം ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് അത് മേക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗം ഇങ്ങനെ ചെരിച്ച് പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുന്നതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വുഡൻ ടൈലുകളാണ് നൽകിയിട്ടുള്ളത്. ലാൻഡ്സ്കേപ്പിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വലിയൊരു മുറ്റമാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. ബാംഗ്ലൂർ സ്റ്റോൺ ആണ് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ കാർ പാർക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. നാല് ഭാഗത്തും GI പൈപ്പുകൾ ഉപയോഗിച്ച് ലെഗുകൾ കൊടുത്തതിന് ശേഷം ബോർഡ് ഉപയോഗിച്ച് കവർ ചെയ്തിട്ടാണ് ഈ ഒരു കാർ പോർച്ച് ഈ ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. മുകൾ ഭാഗം ഷീറ്റാണ് നൽകിയിരിക്കുന്നത്. അതിൽ ബോർഡറുകൾ നൽകിയിട്ടുണ്ട്. അടിയിൽ സീലിങ്ങുകൾ ചെയ്തിട്ടുണ്ട്, ലൈറ്റ്സുകൾ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് കോട്ടൺ സ്റ്റീലിൻ്റെ ഷീറ്റുകൾ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ എലിവേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിം കളറിൽ വരുന്ന ടെക്സ്റ്റേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഫോയർ സ്പേസിൽ വലിയൊരു ഏരിയ ഡബിൾ ഹൈറ്റിൽ നമുക്ക് കോട്ടൺ സ്റ്റീൽ കാണാൻ സാധിക്കും. മാത്രമല്ല ബാൽക്കണി സ്പേസിൽ GI പൈപ്പിൽ റസ്റ്റിക് ഫിനിഷ് പെയിൻറ്റിൽ നൽകിക്കൊണ്ട് ആ ഒരു ഫിനിഷ് കൊണ്ടുവന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. വളരെ മോഡേൺ ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ വീടിൻ്റെ ഇൻറ്റീരിയർ സ്പേസും അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കോട്ടക്കിലുള്ള ആർക്കിടെക്ട്സുകളാണ് ഈ വീടിൻ്റെ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് അവരെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാം. സിറ്റ് ഔട്ടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ 3 സ്റ്റെപ്പുകളാണ് സിറ്റ് ഔട്ടിന് നൽകിയിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് സ്റ്റെപ്പുകൾ എന്നാണ് ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകൾ വിളിക്കുക. സ്റ്റെപ്പുകൾ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഇത് പണിയുന്നത്. യഥാർത്ഥത്തിൽ ഇത്രയും ഭാഗം തള്ളി നിൽക്കുന്നതല്ല, ആ ഒരു പ്രൊജക്ഷൻ മാത്രം കാണിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വരികയാണെങ്കിൽ ലെങ്തി ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് ഈ ഒരു വീടിന് നൽകിയിരിക്കുന്നത്. ടൈലാണ് സിറ്റ് ഔട്ടിൽ ഫ്ലോറിംഗ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് വിട്രിഫൈഡ് ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സോളിഡ് വുഡ് ചെയർസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് നമ്മൾ കാണുന്നത് പോലെ വീതി കൂടിയ രീതിയിലാണ് ഈ വീടിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇതേപോലൊരു സ്പേസ് നൽകിയിട്ട് ഷൂറാക്കും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ സ്പേസ് പുറത്താണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗം നേരെ വീടിനകത്തേക്ക് കയറി വരികയാണെങ്കിൽ ഇവിടുത്തെ സീലിംഗ് ഡിസൈൻസ് ഒക്കെ പ്ലെയിൻ സീലിംഗ് ഡിസൈൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റുകളൊക്കെ
POB കോബ് ലൈറ്റുകൾ പോലെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ലൈറ്റുകളാണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഒരു മോഡേൺ ടൈപ്പ് ഡോർ, സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്ലെയിൻ ഡോർസിൽ ഗ്രൂസ് നൽകിയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. 2 വലിയ പുൾ ഹാൻഡിൽസ് നൽകിയിട്ടുണ്ട്. തേക്ക് മരത്തിലാണ് ഫ്രണ്ട് ഡോർ പണിതിരിക്കുന്നത്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് വീടിൻ്റെ ഡിസൈനിങ്ങും എക്സിക്യൂഷനൊക്കെ ചെയ്തിരിക്കുന്ന ആർക്കിടെക്ചറൽ സ്ഥാപനത്തെയും ആർക്കിടെക്ട്സിനെയും ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. നമസ്കാരം, നിങ്ങളുടെ പേര് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്തും. എൻ്റെ പേര് ഫാബിദ്. എൻ്റെ ഫേമിൻ്റെ പേര് ക്രെഡൻറ്റ് ഡിസൈൻസ് എന്നാണ്. ക്രെഡൻറ്റ് ഡിസൈൻസ്. ശരിക്കും നിങ്ങളുടെ ഓഫീസ് ലൊക്കേഷനൊക്കെ ഒന്ന് പറയാമോ? ഇതിൻ്റെ ഓഫീസ് ലൊക്കേഷൻ വന്നിട്ട് വേങ്ങരയാണ് ലൊക്കേഷൻ. അപ്പോൾ ശരിക്കും നമ്മളിപ്പം ഈ ഒരു പ്രൊജക്റ്റിലാണ് ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്രൊജക്റ്റ് വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഇത് നിങ്ങളിലേക്ക് എത്തിയത്? ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ജസ്റ്റ് ഷോർട്ടായിട്ട് പറയാൻ പറ്റും. ആക്ച്വലി ഈ ഒരു ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ പുള്ളിയുടെ ആവശ്യങ്ങളും കാര്യങ്ങളും റിക്വയർമെൻറ്റ്സ് ഒക്കെ ആയിട്ട് എൻ്റെ അടുത്ത് വന്ന് അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് നമ്മളൊരു വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ആർക്കിടെക്ട് ആണെങ്കിൽ നമ്മളടുത്ത് തന്നെ ആയിരിക്കും വരിക. ഓക്കെ, അദ്ദേഹം വന്ന് പുള്ളിയുടെ ആക്ച്വലി ഈ ഒരു ലൊക്കേഷൻ പഴയ വീടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ ഡിമോളിഷ് ചെയ്തിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇതിന്റെ ലാൻഡ്സ്കേപ്പ് തൊട്ട് നമുക്ക് ആക്ച്വലി ഇതൊരു വലിയൊരു സ്ഥലമായിരുന്നു ഇവിടെ, പിന്നെ നല്ല വ്യൂ ഉള്ള ഒരു പ്ലേസ് ആണ്. അപ്പോൾ നമ്മൾ അതിന്റെ എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മളൊന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങളെ നമ്മളൊരു ബേസിക്കലി നമുക്കൊരു ആർക്കിടെക്ട് ഉണ്ട്, യാസീൻ. അതാണ് ഇതിന്റെ ആർക്കിടെക്ചറിലെല്ലാം ഡിസൈൻ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് മാനേജ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വരുന്ന ഫർണിഷിംഗ് പാർട്ട് ഉണ്ട്, ഇന്റീരിയർ ഡിസൈൻ ആൻഡ് ഇന്റീരിയർ എക്സിക്യൂഷൻ. അപ്പോൾ അതിലേക്ക് വരുമ്പോഴും നിങ്ങളുടെ കമ്പനി തന്നെയാണ് ചെയ്യുന്നത്. അതെ നമ്മൾ എല്ലാം നമ്മൾ തന്നെ നെറ്റ് സെറ്റ് നമ്മൾ തന്നെയാണ് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡിസൈനിങ് ആൻഡ് ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ അതെല്ലാം കംപ്ലീറ്റ്ലി ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു മോഡേൺ ഇൻറ്റീരിയർ തീമാണ്. നമുക്ക് ആ ഇൻറ്റീരിയർ ഒന്ന് A to Z കാര്യങ്ങളായിട്ട് കാണാം. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറി വരുന്നത് ഈ വീടിൻ്റെ ഫോയർ സ്പേസിലേക്കാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ വലതു ഭാഗത്താണ് ഇവിടുത്തെ ഫോർമൽ ലിവിങ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇടതു ഭാഗത്താണ് ഇവിടുത്തെ കോമൺ സ്പേസ് വരുന്നത്. വളരെ കളർഫുൾ ആയിട്ടുള്ള മോഡേൺ ഇൻറ്റീരിയർ തീമാണ് ഈ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 1 by 1 ആയിട്ടൊന്ന് കാണാം. ഫോർമൽ ലിവിങ് സ്പേസിലേക്ക് വരികയാണെങ്കിൽ പാസേജ് സ്പേസ് ഇതേപോലെ വുഡൻ പാനലിങ് ചെയ്തിട്ടുണ്ട്. ടീക്ക് വുഡ് പാനലിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സോഫ സീറ്റേഴ്സ് നൽകിയിരിക്കുന്ന ഒരു ഓഫ് വൈറ്റ് ക്രീം കളർ തീമിലാണ് സോഫ സീറ്റേഴ്സ് ചെയ്തിരിക്കുന്നത്. 3 പേർക്ക് ഈ ഭാഗത്തിരിക്കാം, 2 പേർക്ക് ആ സൈഡിലും ഇരിക്കാൻ സാധിക്കും. ഈ ഒരു സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റൂം സൈസ് നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങാം. 380 ആണ് ഇവിടെ നീളം വരുന്നത്, 360 ഇവിടെ വീതി വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ് 380 by 360 എന്ന് പറയുന്നത്. ഈ ഒരു വാൾ പാനലിങ്ങിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇതാണ് ഈ റൂമിലേക്ക് നമ്മൾ കയറി വരുമ്പം ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന വാൾ പാനലിംഗ്. ഇതിൽ വുഡൻ ടെക്സ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വുഡൻ ലൂവേഴ്സ് സെൻറ്ററിൽ യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. WPC പാനലുകളാണ് ഇത്തരത്തിലുള്ള വുഡൻ ലൂവേഴ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ 2 ഭാഗത്തും ഒരു ഗോൾഡൻ സ്ട്രിപ്പ് നൽകിയിട്ടുണ്ട്. നേരെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്പേസ് ഡബിൾ ഹൈറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു സ്പേസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സീലിംഗിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റുകളും ഈ ഒരു ഇൻറ്റീരിയറിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് യൂണിറ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത് നമ്മുടെ നാട്ടിൽ അത്ര സുലഭമായിട്ട് കാണാത്ത ഇമ്പോർട്ട് ചെയ്ത് വരുത്തിയിട്ടുള്ള ഒരു ലൈറ്റാണ്. ദുബായിൽ നിന്നും ഇതിൻ്റെ ക്ലയൻറ്റ് തന്നെ മേടിച്ചിട്ടുള്ളൊരു ലൈറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള സ്റ്റൈലാണ് റൂം ചെയ്തിരിക്കുന്നത്. കർട്ടൻസ് നമ്മൾ 2 ഭാഗത്തേക്ക് നീക്കുകയാണെങ്കിൽ വലിയൊരു വിൻഡോ ഓപ്പണിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ശരിക്കും ഈ വീട് നിൽക്കുന്നത് അല്പം ഉയർന്ന സ്ഥലത്താണ്. ഇവിടുന്ന് നേരെ നോക്കിയാൽ വലിയൊരു പാടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അത് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ ടഫ് ആൻഡ് ഗ്ലാസ്സുകളാണ് ഈ ഒരു സ്ലൈഡിംഗ് ഡോറിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ ഇതേപോലെ ഫുള്ളായിട്ട് തുറന്നിടാൻ പറ്റുന്ന രീതിയിൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് വീടിൻ്റെ ഔട്ട് സൈഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു സ്പേസ് ഒരു വരാന്ത സ്പേസ് പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടിപ്പിക്കലി നമ്മൾ വീടിൻ്റെ ഔട്ട് സൈഡിലേക്ക്, എക്സ്റ്റീരിയർ സൈഡിലേക്ക് ഇറങ്ങാൻ സാധിക്കും. ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇത് ലോക്ക് ചെയ്യാൻ കഴിയുന്ന സ്ലൈഡിംഗ് ഡോറുകളാണ്. ഇത് നമുക്ക് ലോക്ക് ചെയ്തിടാം. ഇതിൽ ടഫൻ ഗ്ലാസ്സുകളാണ് നൽകിയിരിക്കുന്നത്. സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഈ വീട്ടിൽ നൽകിയിട്ടുണ്ട്. സെക്യൂരിറ്റി ക്യാമറാസ് നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് പ്രൈവസി വേണ്ട സമയത്ത് ഇതേപോലെ കേർട്ടൻസ് യൂസ് ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്യാനും സാധിക്കും.
ഈ വീടിൻ്റെ കോമൺ ഏരിയാസ് ഒക്കെ ഇതേപോലെ ഓപ്പൺ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു മോഡേൺ ഫീല് എല്ലായിടത്തും നമുക്ക് കാണാനും സാധിക്കും. ഇനി നമുക്ക് ഈ വീടിൻ്റെ കോമൺ സ്പേസുകളൊന്ന് കാണാം. എല്ലാ പാസേജ് സ്പേസും ഇതേപോലെ വുഡൻ പാനലിങ് ചെയ്തിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള ഒരു വുഡ് ടെക്സ്ചറാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് സീലിംഗ് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ഫാമിലി ലിവിങ് സ്പേസിലാണ്. നല്ലൊരു ഡിസൈനർ സോഫ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്നൊരു ആം ചെയർ നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്നൊരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. TV യൂണിറ്റ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വുഡൻ ലൂവേഴ്സും അക്രിലിക് പാനലുകളും യൂസ് ചെയ്തിട്ടാണ്. ഗോൾഡൻ സ്ട്രിപ്പുകൾ ഇതിനിടയിൽ കോമ്പിനേഷനായിട്ട് നൽകിയപ്പോൾ നല്ലൊരു ലക്ഷറി ഫിനിഷ് ഈ ഒരു യൂണിറ്റിന് നൽകാൻ സാധിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് ടോൾ ആയിട്ടുള്ള ഒരു ഷെൽഫ് നൽകിയിരിക്കുന്നു. ലെങ്തി ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. വലിയൊരു സ്ക്രീനും കൂടെ ഈ ഒരു TV യൂണിറ്റിന് സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലാസി ആയിട്ടുള്ള മോഡേൺ കളേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫാമിലി ലിവിങ് സ്പേസും അപ്പുറത്ത് കാണുന്ന ഡൈനിങ് സ്പേസും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പാർട്ടീഷൻ വാൾ യൂസ് ചെയ്തിട്ടാണ്. GI പൈപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള പാർട്ടീഷൻ വാളുകൾ ചെയ്യുന്നത്. ഇതിൽ MS പ്ലേറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. പൗഡർ കോട്ടഡ് ആയിട്ടാണ് ഇത് പെയിൻറ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രയും ഫിനിഷിങ്ങിൽ ഇത് തീർത്തെടുക്കാൻ സാധിക്കുന്നത്. നേരെ എൻ്റെ ഇടത് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഡൈനിങ് ടേബിൾ സെറ്റാണ് നൽകിയിരിക്കുന്നത്. കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഡൈനിങ് ടേബിൾ സെറ്റാണ്. 8 പേർക്ക് ഒരേ സമയം ഇരിക്കാൻ സാധിക്കും. ഭംഗിയുള്ള ബ്ലാക്ക് ഗ്ലോസി ഫിനിഷിൽ വരുന്ന കൗണ്ടർ ടോപ്പാണ് ഡൈനിങ് ടേബിളിന് നൽകിയിരിക്കുന്നത്. കുഷൻ കവേർഡ് ആയിട്ടാണ് എല്ലാ ചെയറുകളും ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് സ്പേസിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വലിയ പാനലിംഗ് നൽകിയിട്ടുണ്ട്. അതും അക്രിലിക് ലാമിനേറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പാനലിംഗ് ചെയ്തിരിക്കുന്നത്. ഗോൾഡൻ സ്ട്രിപ്പുകൾ ഇതിലും നൽകിയിട്ടുണ്ട്. ഒരു വുഡൻ പ്ലസ് ബ്ലാക്ക് ഗ്ലോസി കളർ തീമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിനാണ് ഈ ഒരു സ്പേസിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ഒരു വാഷ് ബേസിങ് യൂണിറ്റ് നൽകിയിരിക്കുന്നത്. അതിൽ ഈ ബേസിൻ്റെ ഡിസൈനും അതിൻ്റെ ആ ഒരു യുണീക്നെസ്സും നമ്മൾ സാധാരണ കാണുന്ന വീടുകളിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോർസ എന്ന് പറയുന്ന ബ്രാൻഡിലാട്ടോ ഇത്തരത്തിലുള്ള വാഷ് ബേസിൻസ് വരുന്നത്. ജാഗോറിലാണ് ഇതിൻ്റെ ടാപ്പ് വന്നിരിക്കുന്നത്. രണ്ടും ഒരു ഗോൾഡൻ ടെക്സ്ചർ വരുന്ന തരത്തിലുള്ളതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈവൻ ഇതിൻ്റെ മിറർ പോലും ആ ഒരു ഗോൾഡൻ ബോർഡർ വരുന്ന രീതിയിലുള്ളതാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് ബാക്കിൽ വരുന്ന ടെക്സ്ചർ പെയിൻറ്റും അതിനോട് മാച്ച് ചെയ്യുന്നൊരു കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് വീട് വലിയൊരു സ്പേസ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാനിങ് ആണ്. എല്ലാ സ്പേസും നമ്മുടെ ഇഷ്ടാനുസരണം ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കും. അതായത് നിങ്ങൾക്ക് ഒരു ഓപ്പൺ സ്റ്റൈൽ വീട് വേണമെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ലൈഡേഴ്സാണ് ഒരുപാട് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ സ്ലൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇനി പ്രൈവസി വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് കർട്ടൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബ്ലാക്ക് ഔട്ട് കർട്ടൻസ് കൊണ്ട് വീട് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാനും സാധിക്കുന്ന രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഇതിൻ്റെ ആർക്കിടെക്ട്സ് ഈ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കളർ തീം കൊണ്ട് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞൊരു ഇൻറ്റീരിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു വീടിൻ്റെ ഫ്ലോറിങ്ങിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എടുത്തു പറയേണ്ടതാണ് നല്ല ഭംഗിയുള്ള ഒരു ടൈൽ പാറ്റേൺ ആണ് വീടിൻ്റെ ഫ്ലോറിംഗ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ക്യൂട്ടോൺ എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്ന ഇറ്റാലിയൻ മാർബിളിൻ്റെ ടെക്സ്ചറിൽ വരുന്ന ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 6x4 സൈസിൽ വരുന്ന ടൈലാണ്. അത് ജോയിൻറ്റ് ഫ്രീ ആയിട്ടാണ് വിരിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. കൃത്യമായിട്ട് മാർബിൾ വിരിച്ച അതേ ഫീല് കൊണ്ടുവരാൻ ഇതിൻ്റെ ആർക്കിടെക്ട്സിന് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ടൈൽ പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചോളൂ. ഈ കളറും ഒന്ന് ശ്രദ്ധിച്ച് വെച്ചോളൂ. ഈ ഒരു ഇൻറ്റീരിയറിനോട് നല്ല രീതിയിൽ മാച്ച് ചെയ്യുന്നൊരു കളർ പാറ്റേൺ ആയിരുന്നു അത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു ഇൻറ്റീരിയർ കോർട്ട്യാർഡ് സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് ഇരിക്കാനുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൂടെ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ളൊരു അറേഞ്ച്മെൻറ്റ് നൽകുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ടും ഇതിൻ്റെ റൂഫ് നമ്മൾ ഗ്ലാസ് റൂഫാണ് നൽകാറുള്ളത്. അപ്പോൾ ഒരുപാട് ലൈറ്റ്, നാച്ചുറൽ ലൈറ്റ് നമ്മുടെ വീടിനകത്തേക്ക് വരാൻ ഈ ഒരു സ്പേസ് സഹായിക്കും. ഈ ഒരു വാള് മുഴുവൻ ടെറാക്കോട്ട ക്ലാഡിംഗ് ബ്രിക്കുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ ബ്രിക്കുകളാണ്. ഇതിൽ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ വരുന്ന ഭാഗങ്ങളെല്ലാം ഇതേപോലെ ബ്ലാക്ക് ഗ്രൗട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു റോമൻ ബ്ലൈൻഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് നല്ല കാറ്റ് പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലിവിങ് സ്പേസിൽ കൊടുത്തതുപോലെ തന്നെ ഒരു സ്ലൈഡിംഗ് ഡോറാണ് ഇവിടെ ഡൈനിങ്ങിലും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിങ്ങനെ ഓപ്പൺ ആക്കി വെക്കാം. വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടാനും വീടിനകത്ത് എന്തെങ്കിലുമൊക്കെ
സ്മെല്ലുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് പുറത്തോട്ട് പോകാനും ഇതേപോലെ വലിയ ഓപ്പണിങ്സ് കൊടുക്കുമ്പോൾ അത് വീടിനെ സഹായിക്കും. ഈ ഒരു സ്പേസ് നോക്കും, ഒരു പാറ്റിയോ സ്പേസ് പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്ന നല്ല രസകരമായിട്ടുള്ള സ്ഥലമാണ്. ഇത് വീടിനകത്ത് തന്നെയാണ്, രാത്രി സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഫുള്ളായിട്ട് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് വലിയൊരു ഷോ വാൾ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ പ്ലാന്റുകൾ ചെയ്തിട്ടുണ്ട്. വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഔട്ട്സൈഡിൽ നിന്നുള്ള ഫംഗ്ഷൻസൊക്കെ ഇതുപോലത്തെ സ്ഥലത്തുനിന്ന് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഫുള്ള് സ്ലൈഡിങ് ഡോർസൊക്കെ ഓപ്പണിംഗ് ആയതുകൊണ്ട് ഫുൾ ഹോളും നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. ശരിക്കും ഇതിനൊരു ഡ്യുവൽ പർപ്പസ് ഉണ്ട്. 2 പർപ്പസുകളാണ് ഈ ഒരു വാളിനുള്ളത്. ഇതിൻ്റെ ബാക്കിൽ ഇവരുടെ വർക്ക് ഏരിയ, അതിനോട് ചേർന്നിട്ട് ഒരു ഔട്ട്സൈഡ് ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട്. അവിടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. ചെറിയൊരു മെയ്ഡ് റൂം ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം ആ വാളിൻ്റെ ഔട്ട്സൈഡാണ്, അപ്പുറത്തെ സൈഡാണ് നൽകിയിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡ് ഒരു ഷോ വാളായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് അതിൽ ടെക്സ്ചർ പെയിൻറ്റ് കൊടുത്തിരിക്കുകയാണ്. അതിന് മുമ്പിൽ കലാത്തിയ പ്ലാന്റും അതേപോലെയുള്ള നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ കൊടുത്ത സമയത്ത് നല്ലൊരു ഏരിയ ആക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വുഡൻ ടൈൽസ് ആട്ടോ. പ്ലാങ്കുകൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അതായത് നമ്മൾ ഇതേ സൈസിൽ വരുന്ന ടൈലുകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് നമ്മളിങ്ങനെ തന്നെ മേടിച്ചിട്ട് ഇത്തരത്തിലുള്ള പാസേജ് സ്പേസിൽ യൂസ് ചെയ്യുകയാണ് ചെയ്യുക. വുഡൻ പ്ലാങ്കുകളൊക്കെ ഇപ്പോൾ അധികവും പാസേജ് സ്പേസുകളിലാണ് ആർക്കിടെക്ട്സ് യൂസ് ചെയ്യുന്നത്. മുമ്പ് കാലത്തൊക്കെ ഫുള്ളായിട്ട് നമ്മുടെ ബെഡ്റൂംസിലും കിച്ചൺസിലും ഒക്കെ വുഡൻ പ്ലാങ്ക്സുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ചെറിയ നാരോ സ്പേസുകളാണ് വുഡൻ ടൈലുകൾ ആളുകൾ യൂസ് ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ളൊരു സ്റ്റെയർ കേസാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റീലിലാണ് സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത്. അതിൽ വുഡ് വെച്ചിട്ടാണ് ചവിട്ടുന്ന ട്രെഡുകളെല്ലാം ചെയ്തിട്ടുള്ളത്. ഗ്ലാസ് ഹാൻഡ് റെയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് നമുക്ക് കടക്കാം. അതിന് മുമ്പ് ഇവിടുത്തെ കിച്ചൺ ഒന്ന് കാണാം. ഡൈനിങ് സ്പേസ് ഇത്രയും അടിപൊളിയാണെങ്കിൽ കിച്ചൺ അതിലും അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കിച്ചൺ കാണാൻ എക്സൈറ്റഡ് ആയിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ഞാനും എക്സൈറ്റഡ് ആണ്. നമുക്ക് കിച്ചൺ ഒന്ന് കാണാം. നമ്മൾ കിച്ചണിലേക്ക് കയറുകയാണെങ്കിൽ ഒരു വാം തീമാണ് കിച്ചണിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ക്യാബിനറ്റ്സുകൾക്കൊക്കെ കളർ കൊടുത്തിരിക്കുന്നത് ഒരു ക്രീം കളറാണ്. വാളിനൊക്കെ കളർ കൊടുത്തിരിക്കുന്നത് ഒരു വാം ടോണിനോട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഓഫ് വൈറ്റ് കളർ, ക്രീം ടച്ച് വരുന്ന ഒരു കളർ തീമാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ഒരു ചെറിയ ഫോർമൽ കിച്ചണായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഭാഗത്ത് വർക്ക് ഏരിയ സ്പേസ് നൽകിയിട്ടുണ്ട്. വർക്ക് ഏരിയയിലേക്ക് പോകുന്ന ഭാഗത്ത് ഡോറ് നൽകിയിട്ടുള്ള ഒരു ഓപ്പണിംഗ്, ഒരു പാനലിംഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മൊത്തത്തിലുള്ള ഒരു ഓറിയൻറ്റേഷൻ പറയുകയാണെങ്കിൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചൺ. നമുക്ക് ഈ ഒരു എൻഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് വരുന്ന ഒരു ടോൾ യൂണിറ്റ് ആണ്. അതിൽ ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. അകത്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തെ പാത്രങ്ങളുടെയൊക്കെ ചെറിയ റിഫ്ലക്ഷൻസ് ഈ ഒരു ഗ്ലാസ്സിലൂടെ കാണാൻ സാധിക്കും. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അപ്പർ ക്യാബിനറ്റ്സ് എല്ലാം ഇതേപോലെ ഫ്ലൂട്ടഡ് ഗ്ലാസ് കൊടുത്തു. അതിൻ്റെ മുകളിലത്തെ ഭാഗമൊക്കെ ക്യാബിനറ്റ് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കൊടുത്തു. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സ്റ്റൂൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലത്തെ ഭാഗങ്ങളൊക്കെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് കിച്ചണിൽ നിന്നുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ലിഫ്റ്റപ്പുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതേപോലെ മുകളിലേക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ കാണുന്ന രീതികളിൽ നിന്ന് അല്പം വ്യത്യാസമായിട്ടാണ്. ഇവിടെ സ്പേസ് പറയുകയാണെങ്കിൽ വലിയ സ്പേസ് ഒന്നും വരുന്നില്ല. ഒരു 3 മീറ്റർ സ്പേസ് മാത്രമേ ഇവിടെ നൽകിയിട്ടുള്ളൂ. കിച്ചൺ ഇങ്ങനെ വന്ന് സാധാരണ നമ്മൾ ആ എൽ ഷേപ്പിൽ അങ്ങോട്ട് കൊടുക്കുന്നതിന് പകരം ഇതേപോലെ ഒരു യു ഷേപ്പിൽ കറക്കി ഇവിടെ വരെ കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെ മൾട്ടിവുഡ് യൂസ് ചെയ്തിട്ട് ഇതിന് ലെഗുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് പണിതിരിക്കുന്നത് മറൈൻ പ്ലൈവുഡിലും മൾട്ടിവുഡിലുമാണ്. ഇതിനകത്ത് വരുന്ന ഫ്രെയിമുകളെല്ലാം മൾട്ടിവുഡിൽ ചെയ്ത ഇതിൻ്റെ ഡോർസ് എല്ലാം മറൈൻ പ്ലൈവുഡ് ചെയ്തിട്ട് അക്രിലിക് ലാമിനേറ്റ് കൊടുത്തിട്ടാണ് ഈ ഒരു കിച്ചൺ പണിതിരിക്കുന്നത്. ഇതിൻ്റെ ഫിനിഷ് ഇത്രയും ഗ്ലോസിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അക്രിലിക് ലാമിനേറ്റ് യൂസ് ചെയ്യുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നാനോ വൈറ്റ് ആണ് ഈ വീട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് വേണ്ടിയിട്ട് 2 ചെയറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഹൈ ആയിട്ട് വരുന്ന ഹൈ ചെയർസ് എന്ന് പറയുന്ന ചെയറുകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് ബെഞ്ചാണ് നൽകിയിട്ടുള്ളത്. നല്ല രസമുള്ളൊരു ബെഞ്ചാട്ടോ. കസ്റ്റമൈസ്ഡ് ആയിട്ട് കുഷനൊക്കെ അടുപ്പിച്ചിട്ടാണ് ഈ ഒരു ബെഞ്ച് ചെയ്തിരിക്കുന്നത്. മെറ്റൽ ലെഗൊക്കെ കൊടുത്ത് അതിനൊരു ഗോൾഡൻ ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ഇത് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു കളർ തീം തന്നെയാണ് ഇവിടുത്തെ വർക്ക് ഏരിയയിലും ഫോളോ ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നേരെ കടന്നു വരുന്ന സമയത്ത് വർക്ക് ഏരിയ ഒരു യു ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ക്യാബിനറ്റ്സ് ഒക്കെ ഫോർമൽ കിച്ചണിൽ കൊടുത്ത സെയിം കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് നാനോ വൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്രീം കളർ ബേസ് ക്യാബിനറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പർ ക്യാബിനറ്റും സെയിം കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒക്കെ എല്ലാ വീടുകളും ഡിസൈൻ ചെയ്യുന്നത് ആർക്കിടെക്റ്റുകളാണ്, നിങ്ങൾക്കറിയാമല്ലോ. അവർ സിംഗിൾ ആയിട്ടുള്ള വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളേഴ്സാണ്
ആണ് കിച്ചണിലൊക്കെ യൂസ് ചെയ്യുക. മുമ്പൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പർ ക്യാബിനറ്റ് വേറെ കളറ്, ബേസ് ക്യാബിനറ്റ് വേറെ കളറ്, അല്ലെങ്കിൽ ഇവിടെ ഒരു കളറ് ഇവിടെ ഒരു കളർ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ കുറേ കൂടെ സ്റ്റാൻഡേർഡായിട്ട് മാറിയ ഡിസൈനുകളൊക്കെ നമ്മൾ കണ്ടത് മുതൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അപ്പർ ക്യാബിനറ്റുകളും ബേസ് ക്യാബിനറ്റുകളൊക്കെ ഒരു സിംഗിൾ കളർ തീമിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അത് കൂടുതൽ സ്റ്റാൻഡേർഡായിട്ട് നല്ല ക്ലാസ് ആയിട്ട് മാറുക എന്നുള്ളത്. ഇവിടെ വാളിൽ ചെയ്തിരിക്കുന്ന ടൈലുകളെ ഡാഡോ ടൈൽസ് എന്നാണ് വിളിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടൈലുകളാണ്. നമ്മുടെ നാട്ടിലും ടൈലുകൾ അവൈലബിൾ ആണ്. പല പല മോഡലിൽ ഇത് അവൈലബിൾ ആവും. ചെറിയ പീസ് ടൈലുകളാണ്. ഇത് പിന്നീട് നമ്മളിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചാണ് ഈ ഒരു ഫീലിലേക്ക് കൊണ്ടുവരുന്നത്. കിച്ചൻ്റെ ഒരു ഓറിയൻറ്റേഷൻ പറയുകയാണെങ്കിൽ റെഫ്രിജറേറ്റർ നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. LGയുടെ ഫ്രിഡ്ജാണ്. സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് നൽകിയിരിക്കുന്നു. സിങ്ക് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന തരത്തിലുള്ള ഒരു സിങ്കാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഹുഡ് ആൻഡ് ഹോബ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. നല്ല മാറ്റ് ഫിനിഷ് ആയിട്ട് വരുന്ന ഹുഡ് ആൻഡ് ഹോബാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ഇതേപോലെ ഒരു ഗ്ലോസി കൗണ്ടർ ടോപ്പല്ലേ കാണാം. ഇത് ഫാബറിൻ്റെ തന്നെ മാറ്റ് ഫിനിഷിൽ വരുന്ന ഗ്ലാസ് ടോപ്പ് തന്നെയാണ്, പക്ഷേ ഫിനിഷ് വരുന്ന ഒരു മാറ്റ് ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. കിച്ചൻ്റെ മൊത്തത്തിലുള്ളൊരു ആംബിയൻസ് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഈ കിച്ചണിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കളർ തീം വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ആംബിയൻസ് കൊണ്ടുവരാൻ ഇതിന് ആർക്കിടെക്റ്റിന് സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമുകൾ ഓരോന്നും എങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ഈ വീട് അത്യാവശ്യം ഏരിയ വരുന്നൊരു വീടാണ്. ഒരു 4000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഏരിയ കൺസ്യൂം ചെയ്യുന്നുണ്ട്. 5 ബെഡ്റൂമുകൾ ഈ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂമുകളാണുള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. റൂം ഡോർസിൻ്റെ ഡിസൈനിൽ നിന്ന് നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഡോറിൽ 3 ഗ്രൂസ് നൽകിയിട്ടാണ് ഈ ഒരു റൂം ഡോർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നേരെ റൂമിനകത്തേക്ക് വരികയാണെങ്കിൽ കിങ് സൈസിൽ വരുന്ന ഒരു കോട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഹെഡ് ബോർഡ് അടക്കം കുഷൻ കവേർഡ് ആയിട്ട് വരുന്ന രീതിയിലാണ് ഈ ഒരു കോട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഓഫ് വൈറ്റ് കളർ തീമാണ് കുഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ കളർഫുൾ ആയിട്ടുള്ള ഒരു കംഫർട്ടും പില്ലോ കളർ തീംസുമാണ് നൽകിയിട്ടുള്ളത്. 2 ഭാഗത്തും സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. വൈറ്റ് ഫിനിഷാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബാക്ക് വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിൻ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെൻറ്ററിൽ ഒരു വാൾ പിക്ചർ കൂടെ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ലിവിങ് സ്പേസിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ വലിയൊരു ഓപ്പണിംഗ് ആണ് ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത്. ഒത്തിരി ആളുകളുടെ സ്വപ്നമായിരിക്കും ഇതേപോലൊരു ഓപ്പണിംഗ് നൽകുക എന്നുള്ളത്. ഒരു സ്ലൈഡിംഗ് ഡോറ് തന്നെ നൽകിയിരിക്കുന്നു. മോസ്കിറ്റോ നെറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ലോക്ക് ചെയ്തിട്ട് എയർ മാത്രം അകത്തേക്ക് കയറണമെങ്കിൽ മോസ്കിറ്റോ നെറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഭാഗത്ത് മോസ്കിറ്റോ നെറ്റിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആം ചെയർ നൽകിയിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ വലിയൊരു മിറർ യൂണിറ്റ് നൽകിയിരിക്കുന്നു. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്ലാസി സ്റ്റൈൽ മിറർ യൂണിറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്ന ലെങ്തി ആയിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് അതിന് നൽകിയിട്ടുണ്ട്. ബാക്കിൽ WPC വാൾ പാനൽസ് നൽകിയിരിക്കുന്നു. ലൂവർ പാനൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വാർഡ്രോബുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു L ഷേപ്പിലാണ്. 2 ഡോറുകൾ ഈ ഭാഗത്ത് വരുന്നു. പുറകിൽ 2 ഡോറുകൾ വന്നിട്ട് അതിൽ ഫ്ലൂട്ടഡ് ഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. FRP ഡോറുകളാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റിന് നൽകിയിട്ടുള്ളത്. നമുക്ക് ടോയ്ലറ്റിൻ്റെ ഡിസൈൻ ഒന്ന് കാണാം. ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. വിട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിലും വാളിലും എല്ലാം സെയിം ടൈപ്പ് ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നു. റൂഫ് ഹൈറ്റ് വരെ ഇവിടെ ടൈല് വാളിൽ ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ബാക്കിയുള്ള 2 ബെഡ്റൂമുകൾ കൂടെ കാണണ്ടേ. ഈ ഭാഗത്താണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയാണ് 3ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതൊരു കിഡ്സ് ബെഡ്റൂം പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം അതൊന്ന് കയറി കാണാം. ബെഡ്റൂംസിൻ്റെയൊക്കെ സൈസ് പറയുകയാണെങ്കിൽ ഒരു മീഡിയം ബെഡ്റൂം സൈസാണ് എല്ലായിടത്തും നൽകിയിട്ടുള്ളത്. ഇതൊരു 380 നീളം വരുന്നത്, 360 വീതി വരുന്നത്. കട്ടിൽ നൽകിയിരിക്കുന്നത് 2 ഡബിൾ ബെഡായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് 2 കുട്ടികളുണ്ടെങ്കിൽ കട്ടിൽ അകത്തിയിട്ട് കിടക്കണമെങ്കിൽ 2 ഭാഗത്തേക്കും കട്ടിൽ നീക്കിയിട്ട് കിടക്കാൻ സാധിക്കും. അതല്ലൊരു സിംഗിൾ കട്ടിൽ ഇതേപോലെ നൽകണമെങ്കിൽ ഒരു 8 അടി നീളമുള്ള കട്ടിലായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സെൻറ്ററിലൊക്കെ ബെഡും ഇതേപോലെ തന്നെ 2 ബെഡ് അടുപ്പിച്ചിട്ടാണ് ഈ ഒരു സൈസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ബാക്കിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ടെക്സ്ചർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു കിഡ്സ് ബെഡ് ആയതുകൊണ്ട് തന്നെ പെൺകുട്ടികളാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു പിങ്ക് ഷെയ്ഡ് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പില്ലോസിൽ നൽകിയിട്ടുള്ളതാണെങ്കിലും കംഫർട്ടിൽ വരുന്നതാണെങ്കിലും ഒക്കെ ആ ഒരു ഷെയ്ഡ് ഇതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്.
നേരെ രണ്ട് ഭാഗത്തും സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള സൈഡ് ടേബിൾസ് ആട്ടോ. രണ്ട് സൈഡിലും നൽകിയിട്ടുള്ള ഒരു ക്രീം കളർ സൈഡ് ടേബിളും അതിനോട് ചേർന്നൊരു പോട്ടും നൽകിയിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് വാളിലേക്ക് വരികയാണെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ പ്ലസ് ക്രീം കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു സ്റ്റഡി ഏരിയ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു സ്റ്റഡി ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. രണ്ട് കുട്ടികൾക്ക് പഠിക്കാവുന്ന രീതിയിൽ രണ്ട് ചെയർ ഇടാൻ പറ്റുന്ന രീതിയിൽ ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. മുകളിൽ ഷെൽഫ് കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തെല്ലാം ഡോറുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫ് നൽകിയിരിക്കുന്നു. അതിലൊക്കെ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന ചെറിയ അവാർഡ്സുകൾക്ക് അതിനകത്താണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് സ്പേസിലേക്ക് വരികയാണെങ്കിൽ 4 ഡോർ വരുന്ന വാർഡ്രോബാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വിട്രിഫൈഡ് ടൈലാണ് ടോയ്ലറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി ടൈല് വാളിൽ യൂസ് ചെയ്തിരിക്കുന്നു. മാറ്റ് ഫിനിഷ് ടൈല് ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ കാണാനുള്ളത് ഈ വീട്ടിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ചെയ്തിരിക്കുന്ന 3ാമത്തെ ബെഡ്റൂമാണ്. ഇത് ഇവരുടെ പേരൻസിന് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ സൈസിലേക്ക് വരികയാണെങ്കിൽ 380 360 തന്നെയാണ് സൈസ് വരുന്നത്. 2 ഡോർ വരുന്നൊരു വാർഡ്രോബാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കട്ടിലേക്ക് വരികയാണെങ്കിൽ ക്യൂൺ സൈസ് വലുപ്പത്തിൽ വരുന്നൊരു കട്ടിലാണ് നൽകിയിരിക്കുന്നത്. കുഷൻ കവേർഡ് ആയിട്ടാണ് ഈ കട്ടിൽ ചെയ്തിട്ടുള്ളത്. ഒരു സൈഡ് ടേബിൾ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ക്ലോത്ത് കർട്ടൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ബ്രൗൺ ടെക്സ്ചർ ഫിനിഷിൽ വരുന്ന ഫാബ്രിക് ആണ് കർട്ടന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബുകൾ ഈ ഭാഗത്തേക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. വുഡൻ ടെക്സ്ചർ ആണ് കംപ്ലീറ്റ് വാർഡ്രോബ്സിന് നൽകിയിരിക്കുന്നത്. 3 ഡോറുള്ള വാർഡ്രോബാണ് നൽകിയിരിക്കുന്നത്. ഒരു പാസേജ് സ്പേസ് ആണ്. ഇവിടെയാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. ആ ഒരു പാസേജ് സ്പേസിൽ വാർഡ്രോബിൻ്റെ സൈസ് കണക്കാക്കിയിട്ട് ആ ഒരു സൈസിലേക്ക് വാർഡ്രോബ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഇതേപോലെ ഓപ്പൺ ഷെൽഫുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ വളരെ മിനിമൽ ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഡെക്കോർ ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂമുകളുണ്ട്. സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതൊന്ന് കാണാം. സ്റ്റെയർ കേസിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വരാം. സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർ കേസാണ് ഇവിടെ പണിതിരിക്കുന്നത്. അതിൽ തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് വീതി കൂടിയ സ്റ്റെപ്പായിട്ടാണ് നൽകിയിരിക്കുന്നത്. എല്ലാ സ്റ്റെപ്പുകൾക്കും വുഡൻ പാനലിംഗ് നൽകിയിട്ടുണ്ട്. തേക്ക് മരത്തിൻ്റെ പാനലിംഗ് ആണ് നൽകിയിട്ടുള്ളത്. ഗ്ലാസ് ഹാൻഡ് റെയിലാണ് നൽകിയിട്ടുള്ളത്. മുകൾ ഭാഗത്ത് കൈ പിടിക്കുന്ന ഭാഗം വുഡൻ ആണ് നൽകിയിട്ടുള്ളത്. ഇത് ടഫൻഡ് ഗ്ലാസ് ആണ് വരുന്നത്. സ്റ്റെയർ കേസ് ഇങ്ങനെ കയറിപ്പോയാൽ ഇവിടെ ഒരു ലാൻഡിങ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ലാൻഡിങ് സ്പേസിൽ തന്നെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൂടെ നൽകിയിട്ടുണ്ട്. ഒരു ബേ വിൻഡോ സിസ്റ്റം എന്നൊക്കെ ഇതിനെ പറയാം. സ്റ്റെയർ കേസ് ഇങ്ങനെ കയറി ഇവിടെ വന്നിരിക്കാം. ഇവിടെ ഒരു വലിയ വിൻഡോ വരുന്നുണ്ട്. അതിൽ റോമൻ ബ്ലൈൻഡ് ആണ് നൽകിയിട്ടുള്ളത്. നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. ഇവിടെ ഡൈനിങ് സ്പേസിൽ വലിയൊരു ഹാങ്ങിങ് ഫാൻസി ലൈറ്റ്, ഒരു ഷാൻഡിയർ ലൈറ്റ് പോലെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ബ്യൂട്ടി നമുക്ക് നല്ല ഭംഗിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലത്താണ് ഈ ഒരു ലാൻഡിങ് സ്പേസ് നൽകിയിരിക്കുന്നത്. നേരെ നമ്മൾ സ്റ്റെയർ കേസ് കയറി വരികയാണെങ്കിൽ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. 2 ഭാഗത്തും ഗ്ലാസ് ഹാൻഡ് റെയിലൊക്കെ കൊടുത്ത് ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫോർമൽ ലിവിങ് സ്പേസ് ഡബിൾ ഹൈറ്റ് ആയിട്ട് നൽകിയത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടുള്ളൊരു വിസിബിലിറ്റി ലഭിക്കുന്നുണ്ട്. ആ സൈഡിൽ ഡൈനിങ് സ്പേസ് ഉണ്ട്. അവിടെയും നമുക്ക് സെയിം വിസിബിലിറ്റി തന്നെയാണ് ലഭിക്കുന്നത്. അപ്പുറത്തെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇൻറ്റീരിയർ കോർട്ട്യാർഡ് വരുന്ന സ്പേസ് അത് നമുക്ക് ഇവിടെ നിന്ന് വിസിബിൾ ആണ്. ഇവിടെ ആണെങ്കിൽ നാച്ചുറൽ ലൈറ്റ് വരുന്ന ഒരു ഏരിയ ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റഡി ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. കുട്ടികൾക്ക് ഇപ്പോൾ സ്വസ്ഥമായിട്ട് പഠിക്കണമെങ്കിൽ അപ്സ്റ്റെയറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് പഠിക്കാൻ സാധിക്കും. സമാധാനത്തോടുകൂടെ മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ ഇരുന്ന് പഠിക്കാനുള്ളൊരു ആംബിയൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂമുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ്റൂം നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു ബെഡ്റൂം ഈ സൈഡിലുമാണ് വരുന്നത്. ഈ ഭാഗത്തേക്കൊക്കെ ടെറസ് ആണ് വരുന്നത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കാണാം. മാസ്റ്റർ ബെഡ്റൂമിന് നേരെ മുകൾ ഭാഗത്താണ് ആ ഒരു ബെഡ്റൂം സ്പേസ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിൻറ് നൽകിയിരിക്കുക കേട്ടോ. ഈ വീട്ടിൽ ഇതുപോലുള്ള എലമെൻസുകൾ ഒരുപാട് കാണാൻ സാധിക്കും. നമ്മളുടെ വാൾ ഡെക്കോർ ഐറ്റംസ് മെറ്റൽ ആർട്ടുകളാണ്. ഇതൊക്കെ മെറ്റലാണ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള കുറേ ആർട്ടുകൾ ഈ വീടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കാണാൻ സാധിക്കും. വീടിൻ്റെ ഇൻറ്റീരിയർ കളർ തീമിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ ആർട്ടുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 3.8 by 3.6 ആണ്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ പറഞ്ഞ സെയിം സൈസാണ്. സെയിം ഓറിയൻറ്റേഷൻ ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു സ്ലൈഡിങ് ഡോറാണ് നൽകിയിരിക്കുന്നത്. ദെൻ നമുക്ക് ഒരു ബാൽക്കണി സ്പേസിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഹാൻഡ് റെയിലൊക്കെ നൽകിയിട്ട് വലിയ ലെങ്തി ആയിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിൽ
ഭംഗിയിലുള്ള ഒരു സമയമാണ്. ഈ ഭാഗത്ത് വാള് കംപ്ലീറ്റ് ആയിട്ട് ക്ലാഡിങ് സ്റ്റോൺസ് ആണ് നൽകിയിരിക്കുന്നത്. നാച്ചുറൽ ക്ലാഡിങ് സ്റ്റോൺസ് ചെയ്തിരിക്കുന്നു. അതിലൊരു ഗ്രീൻ ടച്ച് വരുന്ന തരത്തിലുള്ള ഒരു ബ്രൗൺ ഗ്രീൻ കോമ്പിനേഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ എലിവേഷനിൽ തന്നെ ഒരു ഡിസൈൻ എലമെൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു GI പൈപ്പുകളാണ്. ഈ ഒരു ഗ്രിൽ പാറ്റേൺസ് നമ്മുടെ ഒരു കോട്ടൺ സ്റ്റീലിൻ്റെ ഒക്കെ ആ ഒരു കളർ പാറ്റേൺ നമുക്കൊരു റെസ്റ്റിക് ഫിനിഷ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്രിൽ പാറ്റേൺസ് സാധാരണ നമ്മൾ കൊടുക്കുന്നതിനേക്കാളും അല്പം സ്ലാൻഡഡ് ആയിട്ട് ചെരിഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. എലിവേഷൻ ഡിസൈനിന് നല്ലൊരു ഫീല് ഈ ഒരു പാറ്റേൺ നൽകുന്നുണ്ട്. ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ കിങ് സൈസ് ബെഡാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ഹെഡ് ബോർഡ് ഫിക്സ്ഡ് ആയിട്ട് വരുന്ന അതിനോട് ചേർന്ന് തന്നെ കട്ടിൽ വരുന്ന മോഡലാണ് ചെയ്തിട്ടുള്ളത്. ബാക്ക് വാളിലേക്ക് വരുമ്പം ടെക്സ്ചർ പെയിൻറ് യൂസ് ചെയ്തിരിക്കുന്നു. രണ്ട് ഭാഗത്തും റോമൻ ബ്ലൈൻഡ് ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട് കേട്ടോ. നേരെ ഓപ്പോസിറ്റ് വാളിലാണ് ഇവിടുത്തെ മിറർ യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് വരുന്നത്. ഇതൊരു നിഷ് ഏരിയ ആണ് നൽകിയിട്ടുള്ളത്. അതിലൊരു പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. വലിയ മിറർ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ഈ ഒരു റൂമിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ സ്ക്വയർ ഷേപ്പിലാണ് ഈ ഒരു മിറർ നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്താണ് വാർഡ്രോബ് സ്പേസ് നൽകിയിരിക്കുന്നത്. വാർഡ്രോബിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഡിസൈൻ എലമെൻറ്റോ ഇവിടെ ഈ ഭാഗത്ത് ഇതേപോലെ ഒരു ഹാങ്ങിങ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 8 ഇഞ്ച് സ്പേസ് ഇവിടെ നൽകിയിട്ട് ഇതേപോലെ ക്ലാംസുകൾ ഹുക്സുകൾ കൊടുത്തിരിക്കുന്നു. അപ്പം നമുക്ക് ഡ്രസ്സുകളൊക്കെ ഇതിനകത്ത് ഹുക്ക് ചെയ്തിടാൻ സാധിക്കും. ബാക്കി ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസസ് ആണ് വരുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു ഗ്രീൻ എലമെൻറ്റ് നൽകിയിരിക്കുന്നു. അതൊരു ഓപ്പൺ ഷെൽഫ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. അപ്സ്റ്റെയറിൽ ഈ ഭാഗത്ത് ഒരു ബെഡ്റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബെഡ്റൂം ഇൻറ്റീരിയർ ഫർണിഷിങ് ചെയ്തിട്ടില്ല. ഫ്ലോറിങ് ചെയ്ത് അവിടെ വെച്ചിരിക്കുന്നു. ഇൻറ്റീരിയർ ഫർണിഷിങ്ങിലേക്ക് കടന്നിട്ടില്ല. നമുക്ക് പിന്നീട് കുട്ടികളൊക്കെ വലുതാവുന്ന സമയത്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയുന്ന രീതിയിൽ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഈ വീട്ടിൽ നൽകിയിരിക്കുന്ന ഫർണിച്ചേഴ്സും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും ഇൻറ്റീരിയർ വർക്ക്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ ഒന്ന് അറിയിക്കുക. ഈ വീട് ചെയ്തിരിക്കുന്ന ആളുകളുടെ പേര്, അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറയേണ്ട സമയമായിട്ടുണ്ട്. ഫാബിദ് അതേപോലെ ആർക്കിടെക്ട് യാസിൻ, ഈ 2 പേരുകളാണ് ഈ വീടിൻ്റെ കംപ്ലീറ്റ് ടോട്ടൽ വർക്കിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. വീടിൻ്റെ കൺസ്ട്രക്ഷൻ, ഇതിൻ്റെ സൂപ്പർവിഷൻ, ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ, ഇൻറ്റീരിയർ ഡ്രോയിങ്, ഇൻറ്റീരിയർ എക്സിക്യൂഷൻ തുടങ്ങി ഇതിൻ്റെ ടേൺ കീ വരെയുള്ള പ്രൊജക്റ്റുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ വീട് നമുക്ക് ഇതേപോലെ കവർ ചെയ്യാൻ അവസരം തന്നിട്ടുള്ള ഹൗസ് ഓണർ ആയിട്ടുള്ള റഫീഖ് CK എന്ന് പറയുന്ന ആളുകളോട് നമ്മളുടെ ചാനലിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും പറയേണ്ടത് കൂടെയുണ്ട്. സോ ഈ വീടിൻ്റെ ആർക്കിടെക്റ്റുകളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവർ വിളിക്കാവുന്നതാണ്, അവരുടെ സർവീസസ് എടുക്കാവുന്നതാണ്. അവരെന്തൊക്കെ സർവീസാണ് നൽകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ മുതൽ അതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ അടക്കം ടേൺ കീ വരെയുള്ള കാര്യങ്ങൾ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ വീട് നിർമ്മിച്ച ആളുകളാണ് നിങ്ങളെങ്കിൽ ഇൻറ്റീരിയർ മുതൽ അതിൻ്റെ ടേൺ കീ വരെയുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നതിലായിരിക്കും അവർ അവരുടെ എക്സ്പെർട്ടൈസ് കാണിക്കുക. സോ അവരുടെ ഓഫീസ് ലൊക്കേഷൻ, കോൺടാക്ട് ഡീറ്റെയിൽസ്, ബാക്കി വാട്സാപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണാൻ സാധിക്കും. അവരുടെ സോഷ്യൽ മീഡിയ പേജുകളുടെ ലിങ്ക്സും ഞങ്ങൾ ഇതോടൊപ്പം നൽകുന്നുണ്ട്. അതിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവരുടെ ബാക്കിയുള്ള വർക്കുകളുടെ ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതൊന്ന് കാണാൻ സാധിക്കും. സോ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോ കാണാം. അതുവരെ